ഷോപ്പിംഗ് മാൾ എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ലുലു മാളിന്റെ പേരാണ്. മലയാളികൾ ധാരാളമുള്ള ഗൾഫ് മേഖലയിലെ ലുലുവിന്റെ സാന്നിധ്യമാണ് ഇതിന് പ്രധാന കാരണം. കേരളത്തിൽ തിരുവനന്തപുരം, കൊച്ചി എന്നീ നഗരങ്ങളിലെ വമ്പൻ മാളുകൾ ഉൾപ്പെടെ 8 മാളുകളാണ് ലുലു ഗ്രൂപ്പിനുള്ളത്. ഇപ്പോഴിതാ അടുത്ത 3 വർഷത്തിനുള്ളിൽ മറ്റൊരു വമ്പൻ മാൾ കൂടി നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് MA യൂസഫ് അലിയുടെ ലുലു ഗ്രൂപ്പ്. 2028-ൽ 17,000 പേർക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ള വമ്പൻ മാൾ വരുന്നത് കേരളത്തിലല്ല, തൊട്ടയലത്തുള്ള ആന്ധ്രാപ്രദേശിലാണ് ലുലുവിന്റെ പുതിയ മാൾ വരുന്നത്. വിശാഖപട്ടണം നഗരത്തിൽ പണി കഴിപ്പിക്കാൻ പോകുന്നത് കൂറ്റൻ മാളായിരിക്കുമെന്ന് ലുലു ഗ്രൂപ്പ് അറിയിച്ചിട്ടുണ്ട്. വിശാഖപട്ടണത്തെ ലുലു മാൾ അടക്കമുള്ള ആന്ധ്രാപ്രദേശിലെ ലുലു ഗ്രൂപ്പിന്റെ പദ്ധതികൾക്ക് ഔദ്യോഗിക തുടക്കമായി ZIA പാർട്ണർ സമ്മിറ്റിൽ വെച്ചാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി നടത്തിയത്. കോടികളുടെ വമ്പൻ പദ്ധതികളാണ് ആന്ധ്രാപ്രദേശിൽ ലുലു ഗ്രൂപ്പ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. വിശാഖപട്ടണം ലുലു മാൾ, വിജയവാഡയിലെ മല്ലവല്ലി ഭക്ഷ്യ സംസ്കരണ കയറ്റുമതി കേന്ദ്രം എന്നിവയ്ക്ക് പുറമെ റായലസീമയിൽ ലോജിസ്റ്റിക്സ് കയറ്റുമതി ഹബ്ബും ലുലു ഗ്രൂപ്പ് സ്ഥാപിക്കും. ഇത് സംബന്ധിച്ച ധാരണാപത്രം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡുവിന് MA യൂസഫ് അലി കൈമാറിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ ഏറ്റവും വലിയ മാളുകളിൽ ഒന്നാകും വിശാഖപട്ടണം ലുലു മാളെന്ന് MA യൂസഫ് അലി പറഞ്ഞു. മാളിന്റെ നിർമ്മാണ പ്രവർത്തനം ഈ ആഴ്ച തന്നെ തുടങ്ങും. 3 വർഷത്തിനകം തന്നെ മാൾ പ്രവർത്തനം ആരംഭിക്കുമെന്നും യൂസഫ് അലി കൂട്ടിച്ചേർത്തു.